യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തെൻ്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തെൻ്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. പാപിയായി ഞാൻ ജീവിച്ചപ്പോൾ, പാത തെറ്റി ഓടിയപ്പോൾ, പാലകൻ നീ തേടി പാതകൻ അടിയാനെ പാവന മാർഗേ ചേർത്തല്ലോ. പാലകൻ നീ തേടി പാതകൻ അടിയാനെ പാവന മാർഗേ ചേർത്തല്ലോ. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തെൻ്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെൻ്റെ വൻകടങ്ങൾ തീർത്തെൻ്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. ഹല്ലേലൂയ. രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം, കാൽവരി രക്തത്താൽ ജയം. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങിയുണർന്നിൻ്റെ കർത്താവിൻ്റെ പാദപിടമായിരിക്കാൻ സഹായിച്ചതോർത്ത് നന്ദി കർത്താവേ, നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവേ. ഈ പ്രാർത്ഥനാ കുടുംബത്തിലെ പ്രിയ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും സമർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി തരുന്ന ഒരു നല്ല ദൈവം, ഞങ്ങൾക്കുള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തും. തിരുവചനമാപ്പാ, അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് മുട്ടി വിളിക്കുന്ന അടിയങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ മറുപടിയുമായി സ്വർഗം ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹാലിൽ ഇന്ന് വരെ ഞങ്ങൾ അത്ഭുതം അതിശയമായി നടത്തിയതാ. ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനത്തിനും വഴിയിലും കൂടെ ഇരുന്നതാ. ആപത്തരത്തിൽ നല്ല ഞങ്ങളെ വിടുവിച്ചതാ. ജീവനും ഭക്തിക്കും വേണമെന്നെല്ലാം തന്ന് ഞങ്ങളെ പോറ്റി പുലർത്തിയ ദൈവമാ. പിന്നെയും ഞങ്ങളെ കരുതുവാൻ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഞങ്ങളായിരിക്കുന്ന ദേശത്തെയും ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും ഞങ്ങളുടെ ഉപജീവന മാർഗത്തെയും തമ്പുരാൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ കർത്താവ് ഇന്ന് വരെ അത്ഭുത അതിശയമായി ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി പിതാവേ, നന്ദി. വീണ്ടും ഞങ്ങളെ കരുതുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒന്നിനും കുറവ് കൂടാതെ അത്ഭുതം അതിശയമായി നടത്തുവാൻ സർവശക്തനാകിയാൽ അപ്പൻ്റെ ബലമുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ, ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ, ദാനം തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ഭാവിയും അവരുടെ ജോലിയും അവരുടെ കുടുംബജീവിതവും എല്ലാം കർത്താവിൻ്റെ പൊന്നുകരങ്ങളിലൊട്ടൊന്ന് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗത്തെയും ഒന്ന് ഏൽപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ കൊച്ചു പൈതങ്ങളെ സമർപ്പിക്കട്ടെ അപ്പാ. അനുഗ്രഹിച്ച് വളർത്തിത്തരണം. ബാലപിടിയുന്നവരെ വിടുവിച്ചു കൊള്ളുമാറാകണം. ദൈവമുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ സഹായിക്കുമാറാകണം. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ, സമാധാനത്തോടെ സൂക്ഷിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പഠിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുകയാണ്. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ആമേൻ കർത്താവേ, ഈ പുതുവർഷത്തിൻ്റെ ആരംഭം മുതൽ നന്നായി പഠിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും കൂടെ ഇരിക്കണം. ആപത്തരത്തിൽ നിന്നെല്ലാം വിടുവിക്കുമാറാകണം. ശത്രു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണല്ലേ. ദുഷ്ട പിശാച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തുടരുതേ. കൃപയിൽ വളരുവാനും പഠിക്കുവാനും അവരെ സഹായിക്കണം. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റു വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്കായിരിക്കുന്ന മക്കൾ, BSc നഴ്സിംഗിന് എഞ്ചിനീയറിംഗിന് മെഡിസിന് പഠിക്കുന്ന മക്കൾ, OET IELTS ജർമ്മനും പഠിക്കുന്നവർ, വമറ്റ് പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന മക്കൾ, റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾ, നല്ല ജയം കൊടുത്ത് അനുഗ്രഹിച്ച മക്കൾ എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ ഏൽപ്പിക്കുകയാണ്. വീണ്ടും കരുതുവാൻ സർവ്വസമ്പന്നൻ അവിടുന്ന് ആകയാൽ അപ്പൻ്റെ ബലമുള്ള കരത്തിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവ് ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്ത് സഹായിക്കുമാറാകണം. ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. സമാധാനത്തിലും സൗഖ്യത്തിലും ജോലി ചെയ്യണം. ഏറിയ പ്രതിഫലം കൊടുത്ത് മാനിച്ചു കൊള്ളുമാറാകണം. ദൈവകരങ്ങളിൽ അവരെ ഏൽപ്പിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തോടും സ്വസ്ഥതയോടും ജീവിപ്പാൻ ഇടയാക്കണമേ. എല്ലാ നല്ലദാനങ്ങളെ കൊണ്ട് നിറയ്ക്കണമേ. കുടുംബജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ ചൊല്ലി വേദനിക്കുന്നവരുണ്ട് കർത്താവേ. സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ കരയുന്നു. അപ്പൻ്റെ പൊന്നുകരങ്ങളിൽ അടിയനും ഏൽപ്പിക്കുകയാ. സമാധാനത്തോടെ പാർക്കുവാൻ വേണ്ടി മുഖാന്തരം ഒരുക്കണമേ. മദ്യപാനികളെ രൂപാന്തരപ്പെടുത്തണമേ കർത്താവേ. ആ സ്നേഹത്തിൻ്റെ കരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, കടഭാരത്ത് നടുവിൽ വലയുന്നവരെ ഏൽപ്പിക്കുന്നു. സ്വർഗ്ഗം അവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കുകയാണ്.
ഭവനമില്ലാത്ത മക്കൾക്ക് തലചായ്പാൻ ഭവനമൊരുക്കണം. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണം. ഭവനം പണി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ, ആമേൻ, തടസ്സം മുടക്കം കൂടാതെ ഇതിന് ആരംഭം കുറിക്കുവാൻ ഇടയാക്കുമാറാകണം. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ആ വിഷയം ഏൽപ്പിക്കുന്നു നാഥ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണി ഒരുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉള്ളംകരത്തിൽ വഹിച്ചുകൊള്ളണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണം. എല്ലാം അപ്പൻ്റെ പാദപിടുത്തിൽ ഏൽപ്പിക്കുകയാ. എല്ലാ ഉപജീവനമാർഗവും സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗവും വാഴ്ത്തി അനുഗ്രഹിച്ചാട്ടെ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ കാത്തുകൊള്ളണമേ കർത്താവേ. പുതിയ ബിസിനസ്സിലൊക്കെ ആരംഭമിട്ടിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. അതിന്മേലും ഒരു കഷ്ടമോ നഷ്ടമോ ഉണ്ടാകാൻ ഇടയാകാതെ വണ്ണം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഏൽപ്പിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, പുതിയ നന്മയെ അനുഗ്രഹം കൊടുത്ത് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ദേശരാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ചില തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ കടന്നു വന്നിരിക്കുന്നു കർത്താവേ. എന്നാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കർത്താവ് മനസ്സലിവ് കാണിക്കണം. അവർക്ക് വേണ്ടുന്ന വഴിവാതിൽ സ്വർഗം തുറന്നു കൊടുക്കുമാറാകണം. എൻ്റെ സ്വർഗത്തിലെ അപ്പനാ വഴി തുറക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ച സ്ഥാനത്തൊന്ന് കടന്നു ചെല്ലുവാൻ എൻ്റെ തമ്പുരാൻ്റെ കരമൊന്ന് നീട്ടിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അനാഥരെയും വിധവകളെയും ഒക്കെ സമർപ്പിക്കുന്നു. രോഗികളെയും ദുഃഖിതരെയും ഏൽപ്പിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഏൽപ്പിക്കുന്നു. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഏൽപ്പിക്കുന്നു. എല്ലാ രാജ്യങ്ങളെയും സമർപ്പിക്കുന്നു. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയും ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിച്ചാട്ട് കർത്താവ്. ഹല്ലേലൂയ കർത്താവ്, ഇതിൻ്റെ സമാധാനം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്നു. ഞങ്ങളുടെ രോഗികളോട് കരുണ തോന്നണം. മനസ്സലിനപ്പാ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൽ ലിവറിന് കുഴപ്പമുള്ളവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷന് വിധേയപ്പെട്ടവർ, കൈകാൾക്ക് ചലനമില്ലാത്തൊരു കർത്താവേ, വീൽ ചെയറിലും കിടക്കകളിലുമായിരിക്കുന്നവർ, അപ്പോൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, പല വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ കർത്താവേ, വേദനിക്കുന്നവർ ദൈവമേ, ആമേൻ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, മാനസികമായ ഭ്രാന്തിൽ കൂടി കടന്നു പോകുന്നവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, അപ്പോൾ ആ ശ്വാസതടസ്സത്താൽ, ചുമയാൽ, പനിയാൽ ഭാരപ്പെടുന്നവർ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങാണ് വൈദ്യൻ, അങ്ങാണ് മരുന്ന്, അങ്ങൊന്ന് തൊട്ടാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ലഭിക്കും കർത്താവ്. യേശുവേ, മഹോന്നതനായ ദൈവപുത്ര, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങാണ് മരുന്ന്, അങ്ങാണ് വൈദ്യൻ. ഹല്ലേലൂയ കർത്താവേ, ഗിലിയാദിലെ സുഗന്ധക്കൊഴുമ്പുമായി കടന്നു ഉച്ചി മുതൽ പാദം വരെ തൊട്ട് എല്ലാ സൗഖ്യവും ഓരോ മക്കൾക്കും കൊടുക്കണം. മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഓരോരുത്തരെയും ഒരുക്കിക്കൊള്ളുമാറാകണം. ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കാഴ്ചയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, കേൾവിയില്ലാത്തവരൊക്കെ ഉണ്ടപ്പാ. ഓപ്പറേഷന് കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ആശുപത്രി മുറികളിലും ഐസിയുലും സിസിയിലും കിടക്കുന്നവർ, വെന്റിലേറ്ററിലായിരിക്കുന്നവരൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവം, എല്ലാവരെയും കാണുന്നവൻ അവിടെ നിന്ന് അറിയുന്നത്, മനസ്സറിവും ദൈവമുള്ള ദൈവമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ വിടുവിക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും ഒക്കെ ഞങ്ങൾക്ക് നൽകി തരുമാറാകണം. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. ആപത്താനത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണം. ഞങ്ങൾക്കുള്ളതിനെയെല്ലാം സൂക്ഷിക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.